ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പാലപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടും അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പമാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പം നമുക്ക് നേരെ തന്നെ വീഡിയോയിലോട്ട് പോകാം. പാലപ്പം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് പച്ചരി ഒന്ന് കുതിർത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് പച്ചരി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് കഴുകിയെടുക്കണം. ഇപ്പം നമ്മൾ പച്ചരി 2 പ്രാവശ്യം ഇവിടെ കഴുകിയെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് മൂടി വെക്കാം. ഒന്നെങ്കിൽ ഓവർനൈറ്റോ അല്ലെങ്കിൽ 6 മണിക്കൂറോ ഒന്ന് കുതിർത്തെടുക്കാം. ഇപ്പോൾ പച്ചരി എല്ലാം നല്ലതുപോലെ തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കായിട്ട് 1 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം. ആ സെയിം അളവിൽ തന്നെ 1 കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കായിട്ട് 1 ടീസ്പൂൺ ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.25 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിത് നല്ലത് പേസ്റ്റ് പോലെ തന്നെ ഒന്ന് അരച്ചെടുക്കണം. അപ്പം ഒട്ടും തരിതരിപ്പൊന്നും ഇല്ലാതെ നല്ല പേസ്റ്റ് പോലെ തന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇപ്പം നമ്മൾ നല്ലതുപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി വേറൊരു കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ആ സെയിം അളവിൽ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ അരച്ചു വെച്ച മാവില്ലേ, അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയും അതുപോലെ പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് മാവ് കിട്ടേണ്ടത്. പഞ്ചസാര എല്ലാം നല്ലതുപോലെ തന്നെ മെൽറ്റായി കിട്ടണം. ഇപ്പോൾ നമ്മൾ മിക്സ് ചെയ്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒന്നെങ്കിൽ ഓവർനൈറ്റോ അല്ലെങ്കിൽ ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞായാലും നമുക്ക് തുറന്ന് നോക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ മാവെല്ലാം ഇവിടെ നല്ലതുപോലെ തന്നെ പുളിച്ച് പൊന്തി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മളിത് ഓവർനൈറ്റ് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പം അതിന് ശേഷം നമുക്ക് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പച്ചട്ടി ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടായി വന്നപ്പോഴത്തേക്കും നമുക്കതിലേക്കായിട്ട് 1 തവി മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഇപ്പോൾ മാവ് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഹോൾസൊക്കെ വന്ന് തുടങ്ങുമ്പോൾ നമുക്കിത് മൂടി വെക്കാം കേട്ടോ. ഇപ്പോൾ 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ അപ്പമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സൈഡെല്ലാം നല്ലതുപോലെ തന്നെ മുരിഞ്ഞ് ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിയെല്ലാം ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മളിപ്പോൾ അപ്പം എല്ലാം ഇവിടെ ചുട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. നമുക്ക് വേറൊരു പുതിയ വീഡിയോ ഇനിയും വരാം. അതും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.